നമുക്കെന്ന് ഓണം സീരീസിലെ അടുത്ത സാധനം ഉണ്ടാക്കിയാലോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ. അവിയല് കഴിഞ്ഞാൽ പിന്നത്തെ ഇഷ്ടമുള്ള സാധനമാണ് കാളൻ. പിന്നെ തൃശ്ശൂർക്കാർക്ക് ഒരു കാളൻ ഒരു വികാരാണല്ലോ, ആ കുറുക്ക് കാളൻ. അപ്പൊ സമയം കളയണ്ട, ഉടനെ എവിടേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി കൊണ്ട് ഒരു 5 to 6 പേർക്ക് നമുക്ക് കഴിക്കാം കേട്ടോ. അതിനു വേണ്ടി നമ്മുടെ നേന്ത്രക്കായ 2 എണ്ണം, അതിൻ്റെ സ്കിൻ ഇതേപോലെ പിരിഞ്ഞിട്ടാൽ മൊത്തമായിട്ട് കളയണ്ട. പിന്നെ പീരി അതിനകത്ത് ലെങ്ത് വൈസ് ഇങ്ങനെ കട്ട് ചെയ്യാം. നല്ല തിക്കായിട്ട് സ്ലൈസ് ചെയ്യാം, ഇങ്ങനെ ചെരിച്ച് ഇതേ കനത്തിലും ഇങ്ങനെ ചെരിച്ചു. അത് കഴിഞ്ഞ് അത് വെള്ളത്തിൽ ഇടാം. അപ്പോൾ അത് കറക്കാണ്ടിരിക്കുകയും ചെയ്യും, അതിൻ്റെ ഒരു പശപ്പശപ്പ് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് അതിൻ്റെ ആ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ആ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. മസാലയൊക്കെ നന്നായിട്ട് കോട്ടാവട്ടെ. കായ മസാല നന്നായിട്ട് കോട്ടാവണം കേട്ടോ. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ പതക്കനെ നമുക്ക് അത് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കവർ ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ, അടി പിടിക്കരുത്. അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക. അത് കഴിഞ്ഞ് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് കവർ ചെയ്ത് അതൊരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ തൈര് 1 കപ്പ് നന്നായിട്ട് തന്നെ അടിക്കുക. പിന്നെ തൈരും അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തൈരിൻ്റെ പുളിയിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്തേണ്ടി വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നല്ല കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യും. നമ്മുടെ കായ ഒരു 75% കുക്കാവണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് ശരിയാക്കാം. അതിന് വേണ്ടി നാളികേരം 1 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, പച്ചമുളക് 5 എണ്ണം, എരിവിന് അങ്ങോട്ട് മാറ്റാട്ടെ നിങ്ങൾക്ക്, കുറച്ച് കറിവേപ്പില ഇട്ട് ഇതേപോലെ അങ്ങോട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത അരപ്പ് റെഡിയായി. പിന്നെ ആ കുക്ക് ചെയ്ത കായകളിലേക്ക് നമ്മൾ അരപ്പാണ്ട് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം ആ ബ്ലെൻഡറിൽ തന്നെ ഇട്ട് ചിറ്റിച്ച് അതും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അത് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തള അങ്ങോട്ട് വരട്ടെ. ചെറിയ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ താളിപ്പ് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, അതിൻ്റെ ഉള്ളിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക് കൊണ്ട് കീറിയിടാം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ടേക്കാം. അത് കഴിഞ്ഞ് അതാണ് ചിറ്റിച്ചങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതേപോലുള്ള സാധനം റെഡി ആയില്ല. അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ വരാം. പിന്നെ നമ്മുടെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേക്കാം. അത് കഴിഞ്ഞത് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. കഴിഞ്ഞത് ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ കുറുക്ക് കാളനായുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയ്ക്കും ടൈറ്റ് വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇപ്പൊ നമ്മളുടെ കാള റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ, ഏതും നമ്മുടെ റെഡ് ബോണേഴ്സ് നമ്മുടെ മട്ട അരിയുടെ കൂടെ കഴിച്ചെങ്ങനെ ഉണ്ടാവും? നല്ല കുറുക്ക് കാളൻ നോക്കി. ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ലോ അത് വേറെ ടേസ്റ്റാ. അതിന്റെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി അത്യാവശ്യം എരിവും എല്ലാം വരുന്നതോടെ ഒരു വേറെ ലെവലെത്തും. നിങ്ങൾ കഴിക്ക. ഞാൻ ആസ്വദിച്ച് നിന്നേക്കാം.
അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.